ഹലോ വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ സ്ക്രാപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഫ്രിഡ്ജിൻ്റെ കംപ്രസറാണ്. ഇതാണ് ഫ്രിഡ്ജിൻ്റെ കംപ്രസർ എന്ന് പറയുന്നത്. ഇതാണ് ഫ്രിഡ്ജിൻ്റെ മെയിൻ പാർട്ട്. ഇതിൽ നിന്നാണ് ഫ്രിഡ്ജിലേക്ക് വേണ്ട ഇത് എല്ലാം കൊടുക്കുന്ന സാധനം. അതിൻ്റെ ടെക്നിക്കൽ വശമൊന്നും എനിക്കറിയില്ല എന്താണ് കൊടുക്കുന്നത് എന്തായാലും ഇതാണ് മെയിൻ പാർട്സ് എന്നറിയാം ഫ്രിഡ്ജിൻ്റെ. അപ്പോൾ ഇത് സ്ക്രാപ്പ് ചെയ്യാനായിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാലേ ഇതൊരു പഴയ മോഡൽ കംപ്രസറാണെന്ന് തോന്നുന്നു. അങ്ങനെ പറയാനായിട്ട് കാര്യമേ, ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 10 കിലോ 400 ഗ്രാമോളം ഇതിൻ്റെ കംപ്രസർ വെയിറ്റ് ഉണ്ട് മൊത്തം. അപ്പോൾ ഇപ്പോൾ വരുന്ന ഫ്രിഡ്ജിൻ്റെ എല്ലാം കംപ്രസർ എന്ന് പറയുന്നത് ഒരു 8 കിലോ താഴെ വരുള്ളൂ. ഒരു 90% അല്ലെങ്കിൽ ഒരു 90 എബോവ് പെർസെൻറ്റേജും ഒരു 8 കിലോയിൽ താഴെ വരുന്ന വെയിറ്റിൽ 8 കിലോ വെയിറ്റിൽ താഴെ വരുന്ന കംപ്രസറേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതെന്ന് പറയുന്നത് ഒരു 10 കിലോ 400 ഗ്രാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു പഴയ മോഡൽ കംപ്രസറാണെന്ന് ഞാൻ പറയാനായിട്ട് കാര്യം. ഇപ്പോൾ ഇങ്ങനത്തെ ഒന്നും വരാറില്ല. ഇപ്പോൾ വേറൊരു ടൈപ്പ് ആണ് വരുന്നത്. ഇത് കുറ്റി മോഡൽ കംപ്രസറാണ്. പക്ഷേ ഇപ്പോൾ വരുന്നതെല്ലാം റൗണ്ട് ഷേപ്പും സെമി റൗണ്ടും ഒക്കെ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തുള്ളൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തും ചിലപ്പോൾ കോപ്പറായിരിക്കും, ചിലപ്പോഴെല്ലാം കോപ്പർ ആകാനാണ് സാധ്യത. ഇപ്പോൾ വരുന്ന കംപ്രസറുകളുടെ ഉള്ളിലെല്ലാം അലൂമിനിയം വൈൻഡിങ് ആണ് വരുന്നത്. പക്ഷേ ഇത് കോപ്പർ ആകാനാണ് ഒരു 99.99% ചാൻസ്. അപ്പോൾ എന്താണേലും നമുക്ക് ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് നോക്കാം ഇതിൻ്റെ അകത്ത് എന്താണ് ഉള്ളതെന്നും. ഇതിൻ്റെ അകത്ത് കോപ്പറാണോ അലൂമിനിയം ആണോ അല്ലെങ്കിൽ എന്തോരം കോപ്പർ ഉണ്ടാവും എന്നുള്ളതൊന്ന് നമുക്ക് സ്ക്രാപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് പൊളിക്കാനായിട്ട് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കട്ടറും പിന്നെ ഒരു ചുറ്റിയും ഒരു പ്ലെയറും പിന്നെ സേഫ്റ്റി പ്രിക്കോഷനായ ഒരു ഗ്ലാസും. ഇത് മാത്രം മതിയാവും. ഗ്ലാസ് എന്ന് ഉദ്ദേശിക്കുന്നത് കണ്ണാടി. ഇതും കൊണ്ട് നമുക്കിതൊരു സ്ക്രാപ്പ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇനി ഒരുപാട് വർത്താനമില്ല, ഉള്ളി പ്രവൃത്തികൾ മാത്രം. അപ്പോൾ ആദ്യം ഒന്ന് ഇതിൻ്റെ ഈ സാധനം അങ്ങോട്ട് അടിച്ചാൽ കളയാം. വെരി നൈസ്. ഈ കാണുന്ന സാധനം കൊണ്ട് പറ്റുന്നു. കിടത്തിയിട്ടിട്ട് കംപ്രസർ കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാലേ, ഇവിടെ വെച്ച് കട്ട് ചെയ്യരുത്. ഈ കാണുന്ന പൊസിഷനിൽ വെച്ച് ഇത് വെൽഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. 2 പാർട്സ്, 2 ഇരുമ്പിൻ്റെ ഷീറ്റ്, അതൊരു വൃത്താകൃതിയിൽ ഉണ്ടാക്കി. ഇരുമ്പിൻ്റെ ഷീറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഗേജുള്ള ഷീറ്റാണ്. വൃത്താകൃതിയിൽ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്തുള്ള ആ സാധനം ഇറക്കി വെച്ച് എന്നിട്ട് സ്പോട്ട് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങോട്ട് വിട്ട് കിട്ടൂല. അതുകൊണ്ട് കംപ്രസറിൻ്റെ ഈ പാർട്ട് ഇവിടെ വെച്ചേ കട്ട് ചെയ്യാവുള്ളൂ. അപ്പോഴും നമുക്കത് പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇത്രയേ ഉള്ളൂ സംഭവം കംപ്രസർ കട്ട് ചെയ്യാനായിട്ട്. ഇതിൻ്റെ അകത്ത് ഓയിലുണ്ടാവും. ഈ കംപ്രസറിൻ്റെ എല്ലാ കംപ്രസറിനകത്തും ഓയിലുണ്ടാവും. അവിടെ ഈ വഴിയുടെ റോഡ് സൈഡിലൊക്കെ ഇരിക്കുന്ന ട്രാൻസ്ഫോർമറിനകത്ത് കണ്ടില്ല, അതിൻ്റെ അകത്ത് പോലെ തന്നെ ഇതും ഓയിലുണ്ടാവും. ഇതിൻ്റെ അകത്ത് എന്തിനാണ് ഓയിൽ എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ ആ കംപ്രസർ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ അകത്ത് എന്താണെന്നുള്ളതാണ്.
ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഗേജ് നോക്കി. ഈ ഷീറ്റ് വളച്ചിട്ട് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞില്ലേ, ഇതിൻ്റെ ഗേജ് നോക്കി നല്ല കട്ടിയുള്ള നല്ല ഗേജുള്ള ഷീറ്റ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് ഒരു ആ കംപ്രസറിനകത്ത് ചെമ്പ് തന്നെ ഇരിക്കും എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഇതുണ്ട്. ഇത് ചെമ്പാണിത്. ഓൾമോസ്റ്റ് ഒരു ഇങ്ങനത്തെ കംപ്രസറിലൊക്കെ ചെമ്പ് തന്നെ ഇരിക്കും വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു കംപ്രസറിൻ്റെ അകത്ത് ഉള്ളിലുള്ള സാധനം. ഇത് പുറത്തേക്ക് എടുക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സാധനം അത് കട്ട് ചെയ്ത് പറഞ്ഞാൽ മതി. അപ്പോൾ ഇതാണ് ഒരു ഫ്രിഡ്ജിൻ്റെ കംപ്രസർ എന്ന് പറയുന്ന സാധനം. അതിൻ്റെ അകത്ത് ഉള്ളിലിരിക്കുന്ന സാധനങ്ങൾ ഇതെല്ലാമാണ്. ഒരു കോപ്പറിൻ്റെ വൈൻഡിങ് ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ഇത് കറങ്ങാനായിട്ടുള്ള ഒരു റോട്ടറുണ്ട്. പിന്നെ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ടാവും. ഇനി ഈ കോപ്പർ ഇതിൽ നിന്ന് നമുക്ക് ഊരിയെടുക്കണം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ അഴിച്ചു കഴിഞ്ഞു. ഇനി ഇവനെ നമുക്ക് പുറത്തേക്കണം. അതിനു മുമ്പ് ഇതിൻ്റെ അകത്ത് ഒരു റൗണ്ട് സാധനമുണ്ട്. അത് കോപ്പറിൻ്റെ പൈപ്പാണ്. എല്ലാത്തിലും ഉണ്ടാവും, ചിലതിൽ ഉണ്ടായില്ലെന്ന് തോന്നുന്നു. എല്ലാത്തിലും ഉള്ളത് കോപ്പർ ആവില്ല, പക്ഷെ ഇതിൻ്റെ കോപ്പറാണ്. അപ്പോൾ ഈ സാധനം കട്ട് ചെയ്തെടുക്കുക. പിന്നെ അടുത്ത സ്ക്രാപ്പിൻ്റെ പരിപാടി. സാധനം സ്ക്രാപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി മല്ലമ്പണിയാണ്. അപ്പോൾ ഇത് പുറത്തെടുക്കാന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ ഇത്തിരി മല്ലമ്പണിയാണ്. ഇതിൻ്റെ പിടുത്തം എന്ന് പറയുന്നത് ഈ 1 2 3 4 ബോൾട്ടുകളാണ് ഇതിൻ്റെ പിടുത്തം. ഈ പിടുത്തം വെച്ചേക്കുന്നത് ഈ സാധനം കാസ്റ്റേണാണ്. അതുകൊണ്ട് തന്നെ 2 അടി അടിച്ച് ഈ സാധനം പൊട്ടിപ്പോരും. സോ ഇങ്ങനെ 2 അടി ഞങ്ങൾക്ക് അടിക്കും. ഇനി അടിച്ചാൽ ഇത് പൊട്ടിപ്പോരും കാസ്റ്റനായതുകൊണ്ട്. ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞ് ഇതിങ്ങോട്ട് സിമ്പിളായിട്ട് ഊരിയെടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടന്ന് കറങ്ങുന്ന റോട്ടറും ഇതൊക്കെ ഇരുമ്പാണ്. ഇതൊന്നും കാസ്റ്റൺ എന്ന് പറയുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇരുമ്പിൻ്റെ തന്നെ വേറൊരു പതിപ്പാണ്. ഇരുമ്പ് തന്നെ കുറച്ച് ഹാർഡാക്കിയതാണെന്ന് തോന്നുന്നു. ഓ സോറി ഏട്ടാ, ഇത് ചെമ്പല്ല ഏട്ടാ, ഇത് ഇരുമ്പ് തന്നെയാണ് സാധനം. അത് അങ്ങനെ വരുന്നത് ചിലത് ചെമ്പായിരിക്കും. അപ്പോൾ ഇനി ഇവനെ നമുക്ക് പുറത്തേക്ക് എടുക്കണം. അത് പുറത്തേക്ക് എടുക്കാനായിട്ട് കട്ടൻ്റെ ബ്ലേഡ് വരുന്ന ഒരു ബ്ലേഡ് എടുക്കണം. അതിൻ്റെ ബ്ലേഡ് തീർന്നിരിക്കണോണ്ട് ബ്ലേഡ് മാറ്റണം കട്ടറിൻ്റെ. എനിക്ക് തോന്നുന്നു
സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ആ ഒരു കോപ്പർ തമ്മിൽ അങ്ങനെ എന്തോ ഇലക്ട്രിക്കൽ ഭാഷ പറയും, അത് കിട്ടാനായിട്ടാണ് ഈ നൂല് വെച്ച് കെട്ടിയേക്കുന്നത്. അത് ആദ്യമായിട്ട് നമ്മൾ ബ്ലേഡ് വെച്ചാണ്ട് പൊട്ടിച്ച് കളയുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് കട്ടർ വെച്ചാണ്ട് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഇങ്ങോട്ട് ചുമ്മാ ഇങ്ങോട്ട് വലിച്ചു വെച്ചാൽ മതി, ഊരിപ്പോരും. നമുക്ക് ഈസി ആയിട്ട് ഊരിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈസിക്ക് ഇത് ഊരിയെടുക്കാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ ഓയിൽ കിടക്കുന്ന കാരണമാണ് ഇത്ര ഈസി ആയിട്ട് ഇത് സിമ്പിളായിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ഊരി ഇതുപോലെ എടുക്കാൻ പറ്റുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ ഊരി കിട്ടും. ഇതുണ്ടോ, ഇതുള്ള കാര്യം വളരെ ഈസിയാണ്, സിമ്പിളായിട്ട് ഊരിയെടുക്കാം. ഇതൊക്കെ കോപ്പറെന്ന്, ഇതൊക്കെ ഇരുമ്പാണ്. ഇത് മാത്രമേ അതിൻ്റെ അകത്തുള്ള കോപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തൂക്കി നോക്കാം, ഇതിൻ്റെ അകത്ത് എന്തോരം കോപ്പർ കിട്ടി, എത്ര ഗ്രാം കോപ്പർ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഗൈസ്, നമുക്ക് ആ കംപ്രസർ പൊളിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോരം ചെമ്പ് കിട്ടിയെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് ആ കംപ്രസറിൻ്റെ ഉള്ളിനകത്ത് ഉണ്ടായിരുന്ന ചെമ്പ്. ഇത് എന്തോരം ഉണ്ടെന്ന് നോക്കാം. 700 ഗ്രാം ഉണ്ട്. കാണുന്നുണ്ടോ നിങ്ങൾ? 700 ഗ്രാം ചെമ്പ് കിട്ടി. ആ ഒരു 10 കിലോ 400 ഗ്രാം ഉള്ള കംപ്രസർ അത് പൊളിച്ച് അതിൻ്റെ അകത്തു നിന്നുള്ള ചെമ്പെന്ന് പറയണത് 700 ഗ്രാം ചെമ്പ് കിട്ടി അതിൻ്റെ അകത്ത്. അപ്പോൾ ബോയ്സ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.